അത് ഇന്നിപ്പോ ആൾക്കാര് പാട്ട് കേൾക്കുന്നത് വീട്ടില് ഉള്ള ആരൊക്കെ എന്തൊക്കെ പാട്ട് കേൾക്കണമെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. നമുക്കറിയില്ല സത്യം. അതെ അതെ. പണ്ട് ഇയർഫോൺസ്. അങ്ങനെയല്ല. അതെ. ഒരു കാസറ്റ് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ കാസറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആ പരിസരത്തുള്ള മുഴുവൻ പൈസ- ആളുകൾ അറിയും. സത്യം. ആ ഒരു കാസറ്റിലെ പാട്ട് കൊണ്ട് അവിടുത്തെ ആ പരിസരത്തുള്ള എല്ലാവരും പാട്ട് പഠിക്കുകയും ചെയ്യും. പാട്ട് പഠിക്കും. കാരണം ഡെയിലി അത് തന്നെയാണല്ലോ ഇങ്ങനെ ഇട്ട്. അങ്ങനെയാണ് ഞാനും പാട്ട് പഠിച്ചത്. അത് ശരി ശരിയാ. അങ്ങനെ ആ പഠിച്ച പാട്ടാണ്. അപ്പോൾ എന്നോട് ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ ചെന്ന് കോമ്പറ്റീഷൻ നടക്കാൻ അവിടെ ചെന്ന് നിന്നാണ്. അപ്പോൾ കൂടെ നിന്ന കുറേ ആൾക്കാർ നമ്മളെ പിടിച്ച് തള്ളി പറഞ്ഞു അവൻ പാട്ട് പാടാൻ വേണ്ടി വന്നേക്കണം പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റി നിർത്തിയതാണ്. അത് ശരി. അന്ന് പാടാൻ പോയതല്ല. ഏയ് നമ്മങ്ങനെ പാടണ പരിപാടി സ്കൂളിലെ കാര്യങ്ങൾ പാടാൻ നിൽക്കണമെങ്കിൽ പാടിയാൽ തന്നെ നമ്മൾ സമ്മതിക്കില്ല. ശരിയായില്ല അവിടെ ശരിയായില്ല ഇവിടെ ശരിയായില്ല അത് അങ്ങനത്തെ ഒരു അങ്ങനെ ഞാൻ ചെന്ന് ബൈ ചാൻസ് ചെന്ന് പാടിയതാ. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ബോളി എന്ന് പറഞ്ഞ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്നോട് ക്ലാസ് കഴിയാറായി ഈവനിങ്ങിൽ എന്നോട് പറഞ്ഞു ജോസഫിന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഞെട്ടി. അങ്ങനെയാണ് ഞാൻ ഒരു പാട്ടുകാരനായി എന്നുള്ള തോന്നൽ എനിക്ക് വന്നത്. പാട്ട് പാടി ഫസ്റ്റ് ആയോ?